ഏകചക്രയിൽ വെച്ച് ഭീമസേനൻ ഭഗൻ എന്ന രാക്ഷസനെ വധിച്ചിരുന്നു. കാമ്യകവനത്തിൽ താമസിക്കുന്ന ഭീമസേനനോട് പ്രതികാരം ചെയ്യാൻ ഭഗന്റെ ജ്യേഷ്ഠനും ഹിഡുംബന്റെ സുഹൃത്തുമായ കിർമീരൻ എന്ന രാക്ഷസൻ അവിടെ എത്തി. ഭീമനെ അന്വേഷിച്ചു നടക്കുന്ന കിർമീരന്റെ മുമ്പിൽ ചെന്ന് താൻ തന്നെയാണ് ഭീമസേനൻ എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് കിർമീരന്റെ ശരീരം പൊക്കിയെടുത്ത് ചുഴറ്റി ഭൂമിയിൽ ശക്തിയായി അടിച്ച ഭീമസേനൻ ആ രാക്ഷസന്റെ കഥ കഴിച്ചു. ഹസ്തിനപുരിയിലെത്തി ധൃതരാഷ്ട്രരെ കണ്ട മൈത്രേയ മഹർഷി വനത്തിൽ പാർക്കുന്ന പാണ്ഡവരുടെ വിശേഷങ്ങൾ അറിയിച്ചു. കിർമീര വധത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ധൃതരാഷ്ട്രർക്ക് അവശേഷിച്ചിരുന്ന മനസ്സമാധാനം കൂടി നശിക്കുകയുണ്ടായി. ദുര്യോധനെ ചെന്ന് കണ്ട മൈത്രേയ മഹർഷി അയാളുടെ ദുർനയം മാറ്റി പാണ്ഡവരുമായി രമ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദുര്യോധനൻ തന്റെ തുടയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി മഹർഷിയെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. കോപിഷ്ഠനായ മഹർഷി, ദുര്യോധന, നീ താളം പിടിച്ച നിന്റെ ഈ തുട വരാനിരിക്കുന്ന യുദ്ധത്തിൽ ഭീമസേനൻ അടിച്ചുടയ്ക്കും എന്ന് ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹസ്തിനപുരിയിൽ കള്ളച്ചൂത് അരങ്ങേറുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ശിശുപാലന്റെ സുഹൃത്തായ സാല്വനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ശിശുപാലനെ വധിച്ചതിൽ കോപിഷ്ഠനായ അയാളുടെ സുഹൃത്ത് സാല്വൻ കൃഷ്ണനോട് പ്രതികാരം ചെയ്യുവാൻ സന്ദർഭം പാർത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ കൃഷ്ണൻ ദ്വാരകയിൽ ഇല്ലാത്ത തക്കം നോക്കി സാല്വൻ ദ്വാരകയെ ആക്രമിച്ചു. കൃഷ്ണന്റെ പുത്രന്മാരായ സാംബനും പ്രത്യുത്മനും സാല്വനെ എതിരിട്ടു. സാല്വന്റെ സേനാനായകനെ സാംബൻ വധിച്ചു. സാല്വൻ യുദ്ധരംഗത്തേക്ക് വന്നു. സാല്വന്റെ ശരമേറ്റ് മോഹാലസ്യം പൂണ്ട പ്രത്യുപ്നൻ അല്പനേരത്തേക്ക് യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി. രാജസൂയം കഴിഞ്ഞ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് മടങ്ങും വഴിയാണ് കൃഷ്ണൻ ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം നേരിട്ട യുദ്ധകളത്തിലേക്ക് പോയി. തന്റെ സുദർശന ചക്രം അയച്ച് സാല്വന്റെ കഥ കഴിച്ചു. കൃഷ്ണൻ ഉടൻ തന്നെ പാണ്ഡവരെ കാണാനായി കാമ്യകവനത്തിലേക്ക് പുറപ്പെട്ടു.